അസ്സലാമു അലൈക്കും. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള കുക്കർ മത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ യൂട്യൂബ് തുറന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും കാണുന്ന ഒന്നേ ഉള്ളൂ നമ്മുടെ കുക്കർ മത്തി. അപ്പം ഞാനും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇപ്പോഴാണെങ്കിൽ മത്തിക്ക് വില കുറവാണ്, മത്തി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അപ്പം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ എന്ന് വിചാരിച്ചുണ്ടാക്കി നോക്കി. അടിപൊളി ടേസ്റ്റ് ആട്ട. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നമുക്കിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാൻ കുക്കറിലേക്ക് മത്തി എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളി, കറിവേപ്പില, പിന്നെ നമ്മുടെ മെയിൻ ആളായ നമ്മുടെ കുരുമുളക്. പച്ച കുരുമുളകാണ് ഇതിന് പ്രത്യേക ടേസ്റ്റ് മത്തിക്ക്. അതിന് വേണ്ടി കുരുമുളക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി തൊലി ഒളിച്ച് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, പിന്നെ ഒരു തക്കാളി, വേപ്പില, പിന്നെ പെരിഞ്ചീരകം. നമുക്ക് ഇവയെല്ലാം കൂടി ഒരു മിക്സിയിലെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ അരച്ചെടുത്ത പിന്നെ നമ്മളതിലേക്ക് വാട്ടേണ്ട ആവശ്യമില്ല. എല്ലാ കൂട്ടും ഇതിലേക്ക് ഒന്നാകെ ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ പിന്നെ നമുക്ക് വലിയ പണം. മറ്റേത് നമ്മൾ ഈ മത്തി എടുത്തിട്ട് ഓരോന്നും വാട്ടാൻ നിൽക്കണ്ടേ. ഇതിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് അരിക്ക് പൊടികളെടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി ഞാൻ അരച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മത്തി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. എല്ലായിടത്തേക്കും ഒന്ന് മസാല ആവണം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ നല്ലതുപോലെ എല്ലാ മസാല അതിലേക്ക് പിടിപ്പിക്കുന്ന വിധത്തിൽ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു കുറച്ച് നേരം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യമായ കുറച്ച് പുളി എടുത്തിട്ടുണ്ട്. പുളി നമുക്ക് വെള്ളം ഒഴിച്ച് മാറ്റി വയ്ക്കാം. പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അതിന് ശേഷം ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ഒന്ന് ഗ്യാസ് ഉണങ്ങി ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴഞ്ഞ് കിട്ടട്ടെ. അതിന് ശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കഴിഞ്ഞ് റെഡിയാക്കാം. പിന്നെ നമ്മുടെ വിഭവമായ മെയിൻ ഇൻഗ്രീഡിയൻസ് ആണ് മത്തി. നമുക്ക് മസാല തേച്ച് അതിലേക്ക് വെച്ച് കൊടുക്കട്ടെ. ഇതൊക്കെ നല്ല മണം കിട്ടാം. പിന്നെ നമുക്കതിലേക്ക് നമ്മുടെ ഇതിലേക്ക് വെച്ചിട്ട് പുളിവെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കട്ടെ. അതിന് മേലക്കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. വേറെ ഒരുപാട് വെള്ളങ്ങളൊന്നും വേറെ ഒഴിക്കണമെന്നില്ല. അപ്പോൾ നമുക്കതിലേക്ക് ഒന്ന് കണ്ണി വെച്ചതിന് ശേഷം ഉപ്പ് നോക്കിന് പാകത്തിന് ഉപ്പ് കുറവുണ്ടെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഞാൻ ഇട്ട് കൊടുത്തു, പക്ഷേ എൻ്റെ വീഡിയോ അതിലേക്ക് ഇട്ടില്ല. അങ്ങനെ നമുക്ക് അതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ ഇലകളൊന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ വേപ്പില റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മല്ലിയില റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കർ മൂടുന്ന വരെ കുറച്ചൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളതും കൂടി ഒന്ന് എടുത്തതിന് ശേഷം ഒന്ന് കുക്കറൊന്ന് മൂടി ഒറ്റ വിസിൽ. അതിന് കൂടുതൽ എടുക്കാൻ പാടില്ല. പിന്നെ മത്തി കഞ്ഞിയായിപ്പോവും, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നമുക്കൊന്ന് കുക്കറൊന്ന് മൂടി വെച്ച് വിസിലടിച്ചാലോ. എന്നിട്ട് നമ്മുടെ സ്വാദിഷ്ടമായ കുക്കർ മത്തി റെഡി ആയിട്ടോ. സംഭവം ഞാൻ ടേസ്റ്റ് ചെയ്ത് വെച്ച് ടേസ്റ്റ് ഉണ്ട്. വെറുതെ അല്ല, എല്ലാവരും പറഞ്ഞ അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ കേട്ടോ. നമ്മുടെ മത്തി റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല സ്മെല്ലുണ്ടായിരുന്നു. ആ കുരുമുളകിൻ്റെ മണവും വേപ്പിലയും മല്ലിയിലയും വാവ്, അടിപൊളിയായിരുന്നു കേട്ടോ. കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. നമ്മുടെ മസാലയൊക്കെ നമ്മുടെ മത്തിയിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ഡെക്കറായിട്ടൊന്ന് ചെയ്യാം. കുറച്ച് മല്ലിയിലും വേപ്പിലും. മല്ലിയിലില്ലാത്ത പരിപാടി ഇല്ല, വേപ്പിലും. അപ്പം ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എല്ലാവരും കമൻ്റായിട്ട് രേഖപ്പെടുത്തണേ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.